നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡ് 24 മൂവ്മെൻറ്റുകൾ നടത്തി എന്നാണ് കണക്ക്. പക്ഷെ അവർ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. മധ്യനിരയിലേക്ക് ഇനിയും ചില നീക്കങ്ങൾ നടത്തിയേക്കുമെന്ന് സ്പാനിഷ് സോഴ്സുകൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷെ അതിലിനി വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം ചില താരങ്ങൾ കൂടി സ്ക്വാഡിൽ നിന്ന് പുറത്തു പോയേക്കും. ഓൾറെഡി നമുക്കറിയാം മസ്റ്റൻഡൂനോ പുറത്തുപോയി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലോണിൽ ഫാരന്റീനയിലേക്കാണ് പോയത്. അതുപോലെ പ്ലെയിൻ ടൈം ലഭിക്കാതെ വരാൻ സാധ്യതയുള്ള താരങ്ങളാണ് പുറത്തേക്ക് പോകാൻ ഇപ്പോൾ റെഡിയായി നിൽക്കുന്നത്. എൻട്രിക്കിൻ്റെ കാര്യമാണ് ഒന്ന്. എൻട്രിക്ക് ഈ സീസൺ ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പ് റയൽ വിടാൻ സാധ്യതയുണ്ട് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാർക്കയും ആ ഒരു സൂചന നൽകുന്നു. ഇപ്പോൾ നമുക്കറിയാലോ, കാർലോസ് എസ്പിയെ പോലെയുള്ള താരങ്ങളൊക്കെ വന്നതോടുകൂടി അദ്ദേഹത്തിന് ഇത്തവണയും പ്ലെയിൻ ടൈം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം താരത്തെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടൊക്കെ നിലനിർത്താൻ ഹോസെ മൊറീഞ്ഞോക്ക് താല്പര്യവുമുണ്ട്. അതിന് താരം വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിൽ അദ്ദേഹത്തിന് റയലിൽ തുടരണം എന്നാണ് താല്പര്യം. പക്ഷേ പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ലെങ്കിൽ തൻ്റെ ഡെവലപ്മെൻറ്റ് അത് ബാധിക്കുമെന്നറിയാവുന്ന താരം മൂവ് ചെയ്തേക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട്. സോ എൻട്രിക്ക് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കമവിംഗ സ്റ്റേ ചെയ്തേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ വന്നിരുന്നത് ഇനി റയൽ മാഡ്രിഡ് ഒരു മധ്യനിര താരത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ റോഡ്രി വരാത്ത സാഹചര്യത്തിൽ മറ്റൊരു മധ്യനിര താരത്തിനായിട്ട് അവർ നീക്കം നടത്തിയേക്കുമെന്ന് മാർക്ക തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കമവിംഗ പുറത്തേക്ക് പോകാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. റൗൾ അസെൻസിയോയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അത്ര അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. സോ അദ്ദേഹവും പുറത്തേക്ക് പോകും. പിന്നെയുള്ളത് സാന്റിയാഗോ വിട്രാഗോയാണ്. സോ ഈ താരങ്ങൾ പുറത്തു പോയേക്കും എന്ന് തന്നെയാണ് വിവരം. ഷൂമനിയെ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞു വിടുന്നില്ല. മധ്യനിരയിൽ അദ്ദേഹത്തെ വേണം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലെ ഒരവസ്ഥയിൽ കോച്ച് പോയിരിക്കുന്നത്. എന്തായാലും മിനിമം ഒരു 4 ഔട്ട് ഗോയിങ് എങ്കിലും വരും ദിവസങ്ങളിൽ റയൽ മാഡ്രിഡിൽ നിന്നുണ്ടാകും എന്നാണ് ലഭ്യമായിട്ടുള്ള സൂചനകൾ. ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാക്കിയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.